ടെലിഫോൺ ലൈനിലൂടെ പി കെ ഫിറോസ്, ജലീൽ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ രേഖകളും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും കുറുക്കോളി മൊയ്തീനും കൊടുക്കട്ടെ, അവർ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കട്ടെ, അവിടെ ചർച്ച നടക്കട്ടെ, സർക്കാരിന്റെ മറുപടി വാങ്ങിക്കട്ടെ, അങ്ങാടിയിൽ അടിച്ചു തീർക്കേണ്ട പ്രശ്നമല്ലല്ലോ എന്നാണ്. അതെന്താണ് അങ്ങനെ സീരിയസ് ആയി നിങ്ങൾ എടുക്കാത്തതെന്ന്? രണ്ട് കാര്യമാണ്. ഒന്ന്, കേരള നിയമസഭയിൽ അടിയന്തര പ്രമേയം ഈ വിഷയത്തിൽ ഉന്നയിച്ച സമയത്ത് അടിയന്തര പ്രമേയത്തിന് അനുമതി പോലും നിഷേധിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയേണ്ടതുണ്ടല്ലോ. നിയമസഭയിൽ മാത്രമല്ലല്ലോ ഇക്കാര്യം അറിയേണ്ടത്, MLA-മാർ മാത്രം അറിയേണ്ട ഒരു കാര്യമല്ലല്ലോ. കേരളത്തിലെ ഓരോ പൗരനും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നാണ് 17,65,00,000 രൂപ ഈ നാട്ടിൽ ഭൂമി കൊള്ളയ്ക്ക് വേണ്ടി അനുവദിച്ചത്. അതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ സഹിതം, രേഖകൾ സഹിതം, മന്ത്രിയായിരുന്ന KT ജലീൽ ഒപ്പിട്ട രേഖകൾ സഹിതമുള്ള തെളിവുകളാണ് ഇന്നലെ മാധ്യമപ്രവർത്തകർക്ക് നൽകിയത്. അതിന് മറുപടി പറയേണ്ട ബാധ്യത ഈ നാട്ടിലെ ഏതു പൗരൻ ചോദിച്ചാലും അന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന KT ജലീലിനുണ്ട്. മാത്രവുമല്ല, എന്തു പറഞ്ഞാലും അതിനൊക്കെ അന്ന് ആ സമയങ്ങളിൽ മിനിറ്റുകൾക്കുള്ളിലോ മണിക്കൂറുകൾക്കുള്ളിലോ മറുപടി വാർത്താ സമ്മേളനവും ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടൊക്കെ മറുപടി പറയുന്ന അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു തെളിവുകൾ പുറത്തു വന്നിട്ട് അത് നിഷേധിക്കാൻ, ഞാൻ ഒപ്പിട്ടതല്ല, ഇത് വ്യാജരേഖയാണ്, ഇത് തെറ്റായ രേഖയാണെന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയാത്തത്? അദ്ദേഹം ഇത് ശരിയായ രേഖയാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹമാണ് ഇതിന് കൂട്ടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന തെളിവുകൾ അടക്കം പുറത്തു വിട്ടിട്ട് ഒരക്ഷരം പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും ഉറപ്പാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം പുറത്തു വന്നിരിക്കുന്നു, ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. മറുപടി ഇല്ലാത്തതുകൊണ്ട് മൗനം പാലിക്കുകയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി എന്ന് വേണം അനുമാനിക്കാൻ. ശരി, താങ്ക് യു ഫിറോസ്. ജലീൽ കൂടി അപ്പുറത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഏകവിഷയമായി പോകുന്നതിന്റെ പ്രശ്നമുണ്ട്. ശരി, താങ്ക് യു പ്രതികരിച്ചതിന്. ജലീൽ നിയമസഭയിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ വിഷയത്തിലുള്ള സംവാദം കൊഴുക്കുകയാണ്. അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇരുപക്ഷവും.